أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി പരിപാലനം, വഖഫ് തുടങ്ങിയ വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. ഇന്ന് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന സന്ദർഭമാണ്. മനുഷ്യാവകാശങ്ങൾ ലോകത്തെ എല്ലായിടത്തും നിഷേധിക്കപ്പെടുകയും കവർന്നെടുക്കപ്പെടുകയും അപഹരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചെറുതും വലുതുമായ രീതിയിൽ ഏറിയും കുറഞ്ഞും, ചിലയിടങ്ങളിൽ ഭരണകൂടം തന്നെ നേരിട്ടും, ചിലയിടങ്ങളിൽ പ്രമാണിമാർ, മലവുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രമാണിമാരും അയൽവാസികളും മാതാപിതാക്കളും മക്കളും എന്നുവേണ്ട മനുഷ്യാവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടിടങ്ങളിലും സംരക്ഷിക്കപ്പെടേണ്ടിടങ്ങളിലും അത് ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ദുരന്ത വർത്തമാനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ലളിതമായ ഒരു ഉദാഹരണം മാത്രം ആ വിഷയത്തിൽ പങ്കുവച്ചാൽ, നമ്മുടെ പള്ളിയിൽ നിന്ന് അധികം ദൂരമില്ലാതെ, ഏറെ കഴിഞ്ഞാൽ 1/2 കിലോമീറ്റർ മാത്രം മാറി കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഒരു സംഭവം. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വാഹനത്തിലിരുന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ്. ആ സഹോദരൻ നെഞ്ചുവേദന അനുഭവിക്കുന്നതും പ്രയാസപ്പെടുന്നതും തന്റെ വാഹനത്തിലിരുന്നു കൊണ്ട് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നതുമൊക്കെ ഏതാണ്ട് 35ഓളം ആളുകൾ കാഴ്ചക്കാരായി നിന്നു. അവരുടെ മുമ്പിൽ ഒരുപക്ഷെ മറ്റൊരു മനുഷ്യന്റെ വേദന അതൊരു പക്ഷെ തനിയെ മാറിയേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെടട്ടെ, ആരെങ്കിലും മുന്നോട്ട് വരട്ടെ എന്ന ഒരു നിസ്സംഗത അവരുടെ മനസ്സിലുണ്ടായേക്കാം. സെൽഫിയുടെ ഒരു കാലമാണ് നമ്മുടേത്. നമ്മളെല്ലാം നമ്മളിലേക്ക് മാത്രം പരമാവധി ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന കാലമാണ്. ദൗർഭാഗ്യവശാൽ ആ സഹോദരൻ വാഹനത്തിലിരുന്ന് പ്രയാസപ്പെട്ട് വാഹനത്തിലിരുന്ന് അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നറിയാതെ അതുവഴി വന്ന പ്രായാധിക്യമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് അബു എന്നാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ പള്ളിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് അദ്ദേഹം ഇന്ന് പള്ളിയിലേക്ക് വന്നതാണ്.
ആ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു അവിടെ ഇടപെടാനുണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ചാനലുകൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ കാഴ്ചക്കാരായി നിന്ന വലിയ ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു. എവിടെ വെച്ചാണ് നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയത് എന്നൊരു ചോദ്യം ഒരു കഥാകൃത്ത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. എന്റെ മനുഷ്യത്വം എവിടെയാണ് എനിക്ക് ചോർന്നു പോയത്? ഞാൻ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അരികിലൂടെ കടന്നുപോയപ്പോ കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ മുന്നോട്ട് പോയപ്പോഴാണോ എന്റെ മനുഷ്യത്വം ചോർന്നു പോയത്? വേദനിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ അതിലൊരു സാന്ത്വനത്തിന്റെ വർത്തമാനം പോലും പറയാൻ കഴിയാതിരുന്നപ്പോഴാണോ എന്റെ മനുഷ്യത്വം ചോർന്നു പോയത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യാവകാശങ്ങൾ ഇത്ര പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ദുരന്ത കാലഘട്ടത്തിന്റെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളും എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇടപെട്ട സഹോദരനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പടച്ചറബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ച അതേ വിഷയത്തിന്റെ ഒരു തുടർച്ചയിലേക്ക്, അല്ലെങ്കിൽ പള്ളിയെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പള്ളി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആരാധനകൾ അർപ്പിക്കാൻ, ഇബാദത്തുകൾ അർപ്പിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടവയല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ തണലും നിഷേധിക്കപ്പെടുന്ന, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ഒരു തണലുമില്ലാത്ത ഒരു സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണലിന് അർഹരായിത്തീരുന്ന 7 വിഭാഗമുണ്ട്. ആ 7 വിഭാഗം ജനങ്ങളിൽ ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ് എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അവരെ കുറിച്ച് സൂചിപ്പിച്ചത്. ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, പള്ളിയുമായി ഹൃദയം ബന്ധിക്കപ്പെട്ടവർ, അഥവാ താനും പള്ളിയും തമ്മിലൊരു ബന്ധമുണ്ട്. ഒരു സത്യവിശ്വാസിയും ആ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു പള്ളിയും ഉണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, കുറച്ച് ആളുകളുടെ പള്ളി, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പള്ളി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പള്ളി എന്നൊക്കെ ചിലപ്പോൾ നാം ചില മേൽവിലാസങ്ങൾ വകവച്ചു കൊടുത്തതും ചില മേൽവിലാസങ്ങളിൽ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുമായ പള്ളികളുണ്ടാകും. പക്ഷേ പള്ളികളെ കുറിച്ച ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ പള്ളികൾ മനുഷ്യാവകാശത്തിന്റെ കേന്ദ്രങ്ങളാണ്. അവിടെ പള്ളികൾ വിമോചനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അവിടെ പള്ളികൾ ആശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ഈ ഭൂമിയിൽ ആദ്യമായി നിർവഹിക്കപ്പെട്ട പള്ളിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, ഇന്ന അവ്വല ബൈത്തിൻ വളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, അനുഗ്രഹീതമായ മക്കയിൽ ഭൂമിയിലെ ആദ്യത്തെ ദൈവാരാധനയുടെ ഭവനം, ഏകദൈവാരാധനയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ആദ്യത്തെ ഭവനം, ആ ഭവനത്തെ പരിചയപ്പെടുത്തുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം വളിഅ ലിന്നാസ് എന്നാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി എന്നായിരുന്നു. അവിടെയാണ് നാം നമ്മുടെ പള്ളി എന്ന് ചിലപ്പോൾ സങ്കുചിതമായി ചിന്തിച്ചു പോകുന്നത്. പള്ളികൾ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഭവനമാണ് എന്നിരിക്കെ തന്നെ അതിന്റെ ലക്ഷ്യം വളിഅ ലിന്നാസാണ്. മാത്രമല്ല ഹുദൽ ലിൽ ആലമീൻ എന്നുകൂടി അതേ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ചു.
ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്മാർഗത്തിന്റെ കേന്ദ്രമാണ്, മാനവരാശിയുടെ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ്. അപ്പോൾ ഭൂമിയിലെ ആദ്യത്തെ പള്ളി, ആ പള്ളി നിർമ്മിക്കപ്പെട്ട നാട് പോലും, ആ നാടിനെ അല്ലാഹു വിളിച്ച പേരെന്താണ്? ഉമ്മുൽ ഖുറ എന്നാണ്. നാഗരികതകളുടെ മാതാവ് എന്നാണ്, സംസ്കാരങ്ങളുടെ മാതാവ് എന്നാണ്. ലോകത്ത് നാഗരികതകളുള്ള പ്രദേശങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ പള്ളികളുള്ള പ്രദേശങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആ പള്ളികൾ പട്ടണ കേന്ദ്രീകൃതങ്ങളാണ്. ഗ്രാമാന്തരങ്ങളിൽ പള്ളികൾ വരുന്നതിനും എത്രയോ മുൻപ് രൂപീകരിക്കപ്പെട്ട പട്ടണങ്ങൾ മുഴുവനും പള്ളികളിൽ നിന്ന് വികാസം പ്രാപിച്ചവയാണ് എന്ന് ആ നാടുകളെ കുറിച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും. മദീന എന്നുള്ള പേര് തന്നെ പട്ടണം എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പള്ളി പണിതു. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ പകുതി മേൽക്കൂരയുള്ളതും പകുതി മേൽക്കൂരയില്ലാത്തതും. എന്തിന്? വീടില്ലാത്ത മനുഷ്യർക്ക് അന്തി ഉറങ്ങാനുള്ള ആശ്രയത്തിന്റെ കേന്ദ്രമായിരുന്നു അത്. ആ പള്ളി പണിതതിന് ശേഷം രണ്ടാമത് ചെയ്ത പണി എന്താ? അവിടെ പള്ളിയോട് ചേർന്നൊരു അങ്ങാടി, ഒരു മാർക്കറ്റ് സ്ഥാപിക്കലാണ്. മദീനയിൽ അങ്ങാടി ഉണ്ടായിരുന്നില്ലേ? അങ്ങാടി ഉണ്ടായിരുന്നു. കളവും ചതിയും വഞ്ചനയും കെടുകാര്യസ്ഥതയും നിലനിന്നിരുന്ന ജൂത സമൂഹത്തിന്റെ മേധാവിത്വമുള്ള ഒരു മാർക്കറ്റുണ്ട്. അവിടെ സത്യസന്ധമായി കച്ചവടം ചെയ്യാൻ കഴിയുന്ന ഒരു നാഗരികതയുടെ, ഒരു സംസ്കാരത്തിന്റെ ഇടമായിട്ട്, മുസ്ലിം സമുദായത്തിന്റെ ഒരു കച്ചവട കേന്ദ്രമായിട്ട് മദീനയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം നിർണയിച്ചു കൊടുത്തു. അവിടെയല്ലേ നാഗരികത ഉണ്ടായത്? മക്കയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കഅബാലയം, അവിടെയല്ലേ നാഗരികത രൂപപ്പെടുത്തിയെടുത്തത്? ഇനിയും ആലോചിച്ച് നോക്കൂ, അതിനു മുൻപ് സംസം കിണർ രൂപപ്പെട്ട ഒന്നാമത്തെ ഘട്ടമുണ്ടല്ലോ. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദം കൊണ്ട് നിറങ്ങി നീങ്ങിയ മണ്ണിൽ നിന്ന് ആ സംസം കിണർ രൂപപ്പെട്ടയിടത്ത് പറവകൾ പറന്നിറങ്ങുന്നതിന്റെ അടയാളം കണ്ടിട്ട് കച്ചവടക്കാരത് വഴി വരുന്നില്ലേ? കച്ചവടക്കാരെ ഹാജറയോട് ഞങ്ങളൊരൽപ്പം വെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ, അവരുടെ മുമ്പിൽ വെച്ച നിർദ്ദേശം എന്തായിരുന്നു? ലോകത്ത് തുല്യതയില്ലാത്ത വിധം അന്ത്യദിനം വരെ നിലനിൽക്കേണ്ട നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. വെള്ളമെടുത്തോ, അവകാശവാദം ഉന്നയിക്കരുത്. ഞങ്ങളാണ് ഇതിലെ ആദ്യമായിട്ട് വന്നത് എന്ന അവകാശവാദവുമായിട്ട് പിന്നീട് വരരുത്. വെള്ളമെടുത്തോ, ആ വെള്ളം നിങ്ങൾ വിൽപ്പന നടത്തരുത്. അപ്പൊ ഒരു പള്ളിയുടെയും അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധനാ കേന്ദ്രങ്ങളുടെയും ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഉലിഹലിന്നാസാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ്. അത് മാനവരാശിയുടെ മാർഗദർശനത്തിന് വേണ്ടിയിട്ട് എക്കാലവും ജ്വലിച്ചു നിൽക്കാനുള്ളവയാണ്. അത് ചരിത്രത്തിൽ ഉടനീളം നമുക്ക് ദർശിക്കാൻ കഴിയും. പള്ളികൾ കേന്ദ്രീകരിച്ച് ഇസ്ലാമിലെ പള്ളികൾ, ആരാധനാലയങ്ങൾ ഗിരിനിരകൾ താണ്ടി, മലമടക്കുകൾ താണ്ടി, ചവിട്ടുപടികൾ കയറി ചെന്ന് ഏതോ ഒരു ശൂന്യതയിൽ കടന്നു ചെല്ലാനുള്ളവയല്ല. മറ്റു മതസമൂഹങ്ങളെ നിങ്ങൾ നോക്കൂ, അവയുടെ ആരാധനാലയങ്ങളെ കുറിച്ച് നോക്കൂ. ചിലപ്പോൾ വലിയ പർവ്വതനിരകൾ താണ്ടിക്കടന്ന്, മലമടക്കുകൾ താണ്ടിക്കടന്ന് കണ്ടെത്താനുള്ളവയാണ്. ഇസ്ലാമിൽ ചില മക്ബറകൾ അങ്ങനെയുണ്ട്. അതിന് ഇസ്ലാമിൽ അടിത്തറയില്ല എന്നതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികൾ ജനവാസ കേന്ദ്രങ്ങളാണ്. ആ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് നാഗരികതകൾ ഉണ്ടാകണം. ആലോചിക്കണം, അള്ളാഹുവിന്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ പരിശുദ്ധ കഅബാലയം നിർമ്മിക്കപ്പെട്ടതിന് ശേഷം നടത്തിയ പ്രാർത്ഥനയുണ്ടല്ലോ, എത്ര ആവർത്തി ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്താ? വൈദ് ഖാല ഇബ്രാഹിമു റബ്ബി ജ്അൽ ഹാദാ ബലദൻ ആമിന. ആ പള്ളി കേന്ദ്രീകരിക്കപ്പെട്ട ഒരു പ്രദേശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം ഈ നാടിനെ നിർഭയത്വത്തിന്റെ ഭൂമിയാക്കി മാറ്റണേ എന്നാണ്. നിർഭയത്വമുള്ള ഒരു നാട്,
രണ്ടാമത് അദ്ദേഹം ചോദിച്ചത് എന്താ? വർസുക്ക് അഹ്ലഹു മിനസ് സമറാത്ത്, ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും ജീവിത വിഭവങ്ങൾ നൽകണം, ഭക്ഷണം നൽകണം, വിശപ്പിൽ നിന്നുള്ള പരിഹാരം നൽകണം. ഇത് ചോദിക്കുമ്പോൾ അവിടെ ഒരുപാട് ജനങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ട അതിന്റെ പ്രദേശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച ഈ ചോദ്യത്തിന്റെ അനന്തര ഫലം 2500 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന മക്കയിൽ ദർശിക്കാം. ലിഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അവിടെ ഖുറൈശികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന 2 അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തത് എന്തൊക്കെയായിരുന്നു? റിഹ്ലത ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള വ്യാപാര യാത്രകളോടുള്ള അവരുടെ ഇണക്കമുണ്ടല്ലോ, എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യാനുള്ള, ബിസിനസ് ചെയ്യാനുള്ള, ജീവിതായോധന മാർഗങ്ങൾ കണ്ടെത്താനുള്ള അവരുടെ മിടുക്കുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ആ നൽകിയതിന് അവർ ചെയ്യേണ്ടത് എന്താ? ഫൽയഅബ്ദു, അവർ ഇബാദത്ത് ചെയ്യണം. ആർക്കാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ റബ്ബിനാണ്. ആ ഭവനത്തിന്റെ റബ്ബ് റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നേരത്തെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. വിശപ്പിൽ നിന്ന് ആഹാരം നൽകുകയും ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുകയും ചെയ്ത അല്ലാഹുവാണ്. ഇനി ആലോചിച്ച് നോക്കൂ, ഒരു പള്ളിയുടെ ലക്ഷ്യം എന്താ? ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുപാടുകളോട് ആ പള്ളിയും ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ് എന്ന് പറഞ്ഞ ആളുകളില്ലേ, നാളെ അർശിന്റെ തണലിലേക്ക് മാറി നിൽക്കാൻ അല്ലാഹു അനുവാദം നൽകുന്നവർ. അത് പള്ളി കമ്മിറ്റിക്കാരെ കുറിച്ചല്ല, അത് പള്ളി പരിപാലനത്തിന് നേതൃത്വം കൊടുക്കുന്ന 10-15 ആളുകളെ കുറിച്ചുള്ള വർത്തമാനമല്ല. ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഞാൻ സുജൂദ് ചെയ്യുന്ന കേന്ദ്രത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരോടാണോ ആ റബ്ബും ഞാനുമായുള്ള എന്റെ രഹസ്യ ധാരണയുണ്ട്. ആ ധാരണയിൽ അൽ ഖൽഖു ഇയാലുള്ള അള്ളാഹുവിന്റെ കുടുംബമാണ് മുഴുവൻ മനുഷ്യരും. ആ മനുഷ്യരോടുള്ള ബാധ്യതകൾ നിർവഹിക്കൽ, അവരുടെ വിമോചനം, അവരനുഭവിക്കുന്ന ഒരുപാട് ഞെരുക്കങ്ങളുണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഒരു വർത്തമാനം ഞാൻ ആദ്യമേ ഓതിവെച്ചത് മുൻപ് പലപ്പോഴും എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിരക്ഷരനായ ആ പ്രവാചകനെ പിന്തുടരുന്ന ആളുകൾക്ക് ചില സവിശേഷതകളുണ്ട്. എന്താണ് അവരുടെ സവിശേഷത? അവരുടെ സവിശേഷത ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമെന്നതാണോ? അവരുടെ സവിശേഷത വലിയ വലിയ ആർഭാടത്തോടു കൂടിയുള്ള കല്യാണങ്ങളിൽ പങ്കെടുക്കുമെന്നതും പരസ്പരം സ്നേഹം പങ്കുവെക്കുമെന്നതും മാത്രമാണോ? അവരുടെ സവിശേഷത പരസ്പരമുള്ള കുശലാന്വേഷണങ്ങളിലും വിശേഷം ചോദിക്കലുകളിലും ഏതെങ്കിലുമൊക്കെ സൗഹൃദ സംഭാഷണങ്ങളിലും ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതിലും മാത്രം പരിമിതമാണോ? അവരുടെ സവിശേഷത എന്ന് പറയുന്നത് യഅ്മുറുഹും ബിൽ മഅ്റൂഫ് വയൻഹാഹും അനിൽ മുൻകർ. അവരെ സമൂഹത്തിൽ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അവർ സമൂഹത്തിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരാണ്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഹബായിസ്. അവർ നല്ലതിനെയെല്ലാം ഹലാലാക്കി കൊടുക്കുകയും മ്ലേച്ഛമായതിനെയെല്ലാം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നവരാണ്. അവിടെ ഹലാലുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും
പൊട്ടിപ്പുറപ്പെട്ട് അതിങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികൾ പഠിക്കേണ്ട പാഠമുണ്ട്. കഴിഞ്ഞതിന്റെ മുൻപുള്ള ആഴ്ചയിൽ ഞാൻ വിശദമായി സഹോദരങ്ങളോട് പങ്കുവച്ച ഒരു വികാരം, സത്യവിശ്വാസം അവർ നല്ലതിനെ എല്ലാം ഹലാലാക്കി കൊടുക്കും, വയുഹരിമു അലൈഹിമുൽ ഹബായിസ് മോശമായതിനെ എല്ലാം അവർ നിഷിദ്ധമാക്കും. മാത്രമല്ല വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചു കൊണ്ടുവരും. മനുഷ്യനെ വലിഞ്ഞു മുറുക്കിയ ഒരുപാട് ചങ്ങലക്കെട്ടുകൾ ഉണ്ടാകും. അവന്റെ മലകൾ എന്ന് പറയുന്ന പ്രമാണിമാർ നേതൃത്വം കൊടുക്കുന്ന നിഷേധിക്കപ്പെട്ട ഒരുപാട് അവകാശങ്ങൾ ഉണ്ടാകും. ആ അവകാശങ്ങൾ മടക്കി വാങ്ങി കൊടുക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീക്ഷയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. ഈ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വരുമ്പോ താങ്കൾ ഷഹാദത്ത് കലിമകൾ ഉച്ചരിക്കണം, ഇസ്ലാം സ്വീകരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാം ദുർബലന്മാരുടെ മതമല്ലേ? ശരിയാണ്, ഒറ്റനോട്ടത്തിൽ ഖബ്ബാബിനെയും ഹുബൈബിനെയും ബിലാലിനെയും പോലെയുള്ള ഒരു പിടി പാവങ്ങൾ മാത്രമുള്ള ഒരു ദീൻ, അവർ തന്നെയും ദുർബലരാക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് അവശരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ മക്കയിലാണ് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഇസ്ലാം ദുർബലരുടെ മതമല്ലേ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ച ചോദ്യം, അദീ ഇബ്നു ഹാത്തിം, നീ ഹീറയെ കുറിച്ച് നിനക്കറിയുമോ? ഹീറയെ കുറിച്ച് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഹീറയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. മക്കയിൽ നിന്ന് ഒരുപാട് മൈലുകൾ വഴിദൂരമുള്ള, ദിവസങ്ങൾ നീണ്ടു നിൽക്കേണ്ട വഴിദൂരമുള്ള പ്രദേശമാണ് ഹീറ. ഹീറയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അദീ ഇബ്നു ഹാത്തിം, ഹീറയിൽ നിന്ന് ഒരു പെൺകുട്ടി തനിയെ യാത്ര ചെയ്ത് മസ്ജിദുൽ ഹറമിൽ വന്ന് തവാഫ് ചെയ്ത് നിർഭയമായി അവൾ തനിയെ മടങ്ങി യാത്ര ചെയ്യുവോളം അള്ളാഹുവിന്റെ ദീൻ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഹുർമൂസിന്റെ മകൻ ഹിർക്കലിന്റെ രാജ്യം അള്ളാഹുവിന്റെ ദീനിന്റെ കീഴൊതുങ്ങുന്ന ഒരു കാലമുണ്ടാകും. സക്കാത്ത് വാങ്ങാൻ ആളുകളില്ലാതെ ബൈത്തുൽ മാലിലേക്ക് സക്കാത്ത് തിരിച്ചടക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന് അവിശ്വസനീയമെന്ന് തോന്നുന്ന ചില വർത്തമാനങ്ങളാണ് പ്രതീക്ഷാ നിർഭരമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെക്കുന്നത്. എപ്പോഴാ? പരിശുദ്ധ കഅബാലയത്തിൽ 360-ലധികം വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയം. ബിലാലും ഖബ്ബാബും ഹുബൈബും ഒക്കെ ശക്തമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അലാ തദ്ഉലനാ ലാ തസ്തൻസുറുലനാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, സഹായം ചോദിക്കുന്നില്ലേ എന്ന് ചോദിച്ച് ദുർബലരാക്കപ്പെട്ട ഈ അടിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോഴാണ് പറയുന്നത്, ഹീറയിൽ നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ തനിയെ യാത്ര ചെയ്ത് സുരക്ഷിതമായി തവാഫ് പൂർത്തിയാക്കി തനിയെ മടങ്ങി പോകുന്ന കാലം. അത്രയും അള്ളാഹുവിന്റെ ദീൻ പൂർത്തീകരിക്കപ്പെടും. ഹുർമൂസിന്റെ മകൻ കിസ്റയുടെ രാജ്യം ഇസ്ലാമിന് അധീനപ്പെടും. സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ, സക്കാത്ത് ദായകർ സക്കാത്ത് വാങ്ങാനില്ലാതെ പിന്നെയും ബൈത്തുൽ മാലിലേക്ക് മടക്കി നൽകുന്ന കാലം. വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ സാക്ഷാത്കരിക്കപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു നിറകണ്ണുകളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹീറയിൽ നിന്ന് പെൺകുട്ടികൾ തനിയെ വന്ന് തനിയെ മടങ്ങി പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹുർമൂസിന്റെ മകൻ കിസ്റയുടെ രാജ്യം ഇസ്ലാമിന് അധീനപ്പെടുന്ന ആ നീക്കങ്ങളിൽ പങ്കാളിയാകാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത്തേത്, അള്ളാഹുവാണ് സത്യം, അത് പുലരുക തന്നെ ചെയ്യും. കാരണം അത് പറഞ്ഞിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. പ്രിയമുള്ളവരെ, പ്രതീക്ഷ എന്ന് പറയുന്നത് അതാണ്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും, ഒന്നുമല്ല, ഒരുപാട് ചരിത്ര വർത്തമാനങ്ങളുണ്ട്. അബൂബക്കറിനോട് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാൻ വരുന്നവരോട് പറയുന്നത്, നാട് വിട്ടു പോകുമ്പോൾ പറയുന്നില്ലേ, ജാഅൽ ഹഖ് വ സഹഖൽ ബാത്തിൽ, മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്, യസ്രിബിലേക്കാണ് യാത്ര. പച്ചയായി പറഞ്ഞാൽ ആട്ടി ഓടിക്കപ്പെടുന്ന നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, ജാഅൽ ഹഖ് വ സഹഖൽ ബാത്തിൽ, സത്യം വന്നു, അസത്യം തകർന്നു. എത്ര വലിയ പ്രതീക്ഷ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വിമോചനത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വപ്നം കാണാൻ കഴിയുക. ഞാൻ സൂചിപ്പിച്ചു വന്നത്, മനുഷ്യാവകാശങ്ങൾ തുടരെ തുടരെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എവിടെ എങ്ങനെയെന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം. മാതാപിതാക്കൾക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ മക്കൾ നിഷേധിക്കുന്നു. ഇണകൾക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം നിഷേധിക്കുന്നു. മക്കൾക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ മാതാപിതാക്കൾ നിഷേധിക്കുന്നു. അയൽവാസികൾക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ അയൽവാസികൾ നിഷേധിക്കുന്നു. തന്റെ കീഴിലുള്ളവർക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ മേലെയുള്ളവർ, മേലുദ്യോഗസ്ഥർ നിഷേധിക്കുന്നു. പ്രമാണിമാർ അവരുടെ അധികാരവും കയ്യൂക്കും ഉപയോഗിച്ച് ആളുകളെ, സമൂഹങ്ങളെ, രാഷ്ട്രങ്ങളെ ദുർബലരാക്കി പിന്നെയും പിന്നെയും താഴേക്കിടയിലേക്കും ദാരിദ്ര്യത്തിലേക്കും വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്നു. സമ്പന്നൻ അതിസമ്പന്നനാവുകയും ദരിദ്രൻ പിന്നെയും ദരിദ്രനായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം അവകാശ നിഷേധങ്ങളുടെ ഒരു ഘട്ടത്തിൽ നേരത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലെ ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടതിന് ശേഷം നിർവഹിക്കുന്ന പ്രാർത്ഥനയിൽ നിർഭയത്വവും സുഭിക്ഷതയുമാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, പള്ളികളിൽ നിന്നായിരിക്കട്ടെ അത്തരം ചിന്തകൾ ഉയർന്നു വരേണ്ടത്. വിമോചനത്തിന്റെയും മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്നുള്ള രക്ഷാമാർഗത്തിന്റെയും ഏറ്റവും നല്ല ഉപാധികളും ഉപായങ്ങളും മാർഗങ്ങളും രൂപപ്പെടേണ്ടതും ചിന്തകൾ പങ്കുവെക്കപ്പെടേണ്ടതും പള്ളികളിൽ നിന്നായിരിക്കട്ടെ, പള്ളികളുടെ മിമ്പറുകളിൽ നിന്നായിരിക്കട്ടെ. ഉമ്മത്ത് മുസ്ലിമയുടെ അജണ്ട തീരുമാനിക്കേണ്ടത് ഉമ്മത്ത് മുസ്ലിമയുടെ മാത്രമല്ല, മനുഷ്യ സമൂഹത്തിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന മുലിഅലിന്നാസ് എന്ന് പറഞ്ഞ പള്ളിയെ കുറിച്ച് എങ്ങനെയാണ് ഞങ്ങളുടെ പള്ളി എന്ന് പറയാൻ കഴിയുക? മനുഷ്യർക്ക് മാർഗദർശകം എന്ന് പറഞ്ഞിടത്ത് എങ്ങനെയാണ് മുസ്ലിമിന് മാത്രം മാർഗദർശകം എന്ന് പറയാൻ കഴിയുക? നമ്മുടെ സങ്കുചിതത്വത്തിന്റെ എല്ലാ പുറന്തോടുകളെയും നമ്മൾ ഭേദിക്കേണ്ടതുണ്ട്. നമ്മുടെ കുറെ കാഴ്ചപ്പാടുകളുണ്ട്, നാം എവിടെ നിന്നോ ഒക്കെ നാം കരുതിക്കൊണ്ടുവന്നിട്ടുള്ളത്. ആ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റിവെക്കണം. പള്ളികൾ വിമോചനത്തിന്റെ കേന്ദ്രങ്ങളാണ്. പള്ളികൾ മാർഗദർശനത്തിന്റെ കേന്ദ്രങ്ങളാണ്. പള്ളികൾ ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ്. പള്ളികൾ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയാൻ പള്ളിയിൽ നിന്ന് തുറന്നു വച്ചിട്ടുള്ള കോളാമ്പികളുണ്ടല്ലോ, ബാങ്കുലി സമൂഹത്തിലേക്ക് ഇങ്ങനെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോളാമ്പിയെ നമ്മളൊന്ന് പ്രതീകമാക്കണം. ഈ സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഹയ്യാലൽ ഫലാ എന്ന് പറയുന്ന ഒരു മർമ്മം, നിങ്ങൾ വിജയത്തിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു മർമ്മം. ലോകത്ത് വേറെ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടോ? ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു വിജയത്തിലേക്ക് ലോകത്ത് വേറെ ആർക്കെങ്കിലും അങ്ങനെ വിളിക്കാൻ കഴിയുമോ? നാം വിളിക്കുന്ന ആ ഹയ്യ അലൽ ഫലാ എന്ന് പറയുന്ന നിങ്ങൾ വിജയത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ആ വർത്തമാനം തുറന്നു വച്ച കോളാമ്പികളിൽ നിന്ന് പ്രസരിപ്പിക്കുന്നത് പോലെ മനുഷ്യ സമൂഹത്തിന്റെ വിമോചനവും മനുഷ്യ സമൂഹത്തിന്റെ നന്മയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ സമൂഹത്തിലേക്കുണ്ടായേ മതിയാകൂ. അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ, നേരത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ വെച്ച് പുലർത്തിയതുപോലെ ഈ ലോകത്തിന് വെളിച്ചമായി മാറുക. കിസ്റയുടെ രാജ്യം, കിസ്റ പോലും അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണല്ലോ. കിസ്റ ചോദിച്ചല്ലോ, നാം യുദ്ധം ചെയ്തത് മനുഷ്യരോടല്ലേ, പിന്നെന്തേ നമ്മൾ പരാജയപ്പെടുന്നത്?
എത്ര കൃത്യമാണെന്നറിയോ ആ ചോദ്യം? അദ്ദേഹത്തിന്റെ സൈന്യത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ലേ, പിന്നെന്താ നമ്മൾ പരാജയപ്പെടുന്നത്? അതിന് സൈനികർ കൊടുത്ത മറുപടിയുണ്ട്, നമ്മൾ മനുഷ്യരോടാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷെ അവർ രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്നവരും പകലിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരുമാണ്. അവർ പിന്തിരിഞ്ഞോടാത്തവരാണ്. കുറെ വർത്തമാനങ്ങൾ പറഞ്ഞു. ആ വിശേഷണങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കിസ്റ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് ആ സംഘത്തിന്റെ മുമ്പിൽ അടിയറ പറയുന്ന ഒരു കാലമുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് അവരുടെ മുമ്പിൽ അടിയറ പറയും. ആരുടെ മുമ്പിലാണ്? ദൗത്യം നിർവഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ്. തങ്ങൾ ആരാണ് എന്ന് സ്വത്വബോധം തിരിച്ചറിഞ്ഞ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ്. കാലങ്ങളോളം ആട്ടിൻപറ്റങ്ങളോടൊപ്പം ജീവിച്ചു വളർന്ന ഒരു സിംഹക്കുഞ്ഞ് ഒരിക്കലെങ്കിലും വെള്ളം കുടിക്കാൻ പോകുമ്പോ തന്റെ മുഖം കാണുമ്പോ ആ പ്രതിബിംബം കണ്ടിട്ടെങ്കിലും തിരിച്ചറിയണ്ടേ ഞാനൊരു സിംഹമാണ് എന്ന്, എന്റെ മുഖത്തിന് ആട്ടിൻപറ്റങ്ങളെക്കാൾ വ്യത്യാസമുണ്ട് എന്ന്. ആട്ടിൻപറ്റങ്ങളോടൊപ്പം കഴിഞ്ഞു കഴിഞ്ഞ് ഞാനും ആട്ടിൻകുട്ടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ അവസ്ഥയുണ്ടോ? മുസ്ലിം സമുദായത്തിന് ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം. നമ്മുടെ പള്ളികൾ അതിനുള്ളതാകണം. നമ്മുടെ നാട്ടിലെ മുഴുവൻ ആരാധനാലയങ്ങളും അതിനുള്ളതാകണം. കേവല ആരാധനകൾ അർപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ എന്നതിനപ്പുറം അള്ളാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ വിജയമാണ്, അതാണ് മനുഷ്യന്റെ വിമോചനത്തിന്റെ മാർഗമെന്ന് പറയാൻ കഴിയുന്ന ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉമ്മത്ത് മുസ്ലിമൊക്കെ പകർന്നു കൊടുക്കാൻ പള്ളികളിൽ നിന്ന് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിജയികളായി തീരുന്ന അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ നല്ല അടിമകളായി ജീവിച്ച് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അനുകൂല സാക്ഷ്യം പറയാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി